മാങ്കൂട്ടത്തിനെതിരായ കേസിൽ അന്വേഷണ സംഘം ഇന്ന് യോഗം ചേരും. ഇമെയിൽ മുഖേന പരാതി നൽകിയവരോട് നേരിട്ടെത്താൻ ആവശ്യപ്പെടും. കേസുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് മൊഴിയെടുക്കും. അതിനിടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകില്ല. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ആദ്യം നമുക്ക് ലൈംഗിക ആരോപണ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയായിരിക്കും അവരുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ? പരാതി പറയാൻ ആരൊക്കെ മുന്നോട്ട് വരും? എത്ര പേരുടെ പരാതിയാണ്? അത് കഴിഞ്ഞ് എന്തായിരിക്കും നടപടി? ആര്യ, സ്ത്രീകളെ ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു FIR ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ഇന്നലെ രൂപീകരിച്ചു. ക്രൈംബ്രാഞ്ച് DYSP ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ 4 CIമാർ കൂടിയുണ്ട്. അതിൽ ഒരാൾ സൈബർ വിങ്ങിൽ നിന്നുള്ള CI ആണ്. ഈ പ്രത്യേക സംഘത്തിന്റെ യോഗം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ആരംഭിച്ചിട്ടുണ്ട്. അവർ പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലാണ് തീരുമാനമെടുക്കുക. അന്വേഷണത്തിന്റെ മേൽനോട്ടം ക്രൈംബ്രാഞ്ച് മേധാവി നേരിട്ടാണ്. അതിനൊപ്പം തന്നെ നമുക്കിപ്പോൾ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് നിലവിൽ അവരുടെ പക്കലുള്ള ഈ കേസെടുക്കാൻ കാരണമായ പരാതികൾ അത് ഇമെയിൽ മുഖാന്തരം ലഭിച്ചിരിക്കുന്നതാണ്. അത് തന്നെ ഈ നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായ ആൾക്കാരുടേതും ഒപ്പം തന്നെ മൂന്നാം കക്ഷികളായിട്ടുള്ളവരുടെയും പരാതികളുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ BNS പുതിയ നിയമപ്രകാരം ഇമെയിലായി ലഭിക്കുന്ന പരാതിയിൽ കേസെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പരാതിക്കാരുടെ അല്ലെങ്കിൽ ആ പരാതി നൽകിയവരുടെ മൊഴി നേരിട്ട് എടുത്ത് ഒപ്പിട്ട് വാങ്ങണം എന്നുള്ളൊരു ചട്ടമുണ്ട്. ആ ചട്ടത്തിൻ്റെ അനുസരിച്ച് ഇപ്പോൾ ഇമെയിലായി ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പരാതി നൽകിയിരിക്കുന്ന എല്ലാവരെയും വിളിച്ചു വരുത്തി അവരുടെ കൈരേഖയിലുള്ള അല്ലെങ്കിൽ കൈപ്പടയിലുള്ള അല്ലെങ്കിൽ അവരുടെ ഒപ്പിട്ട പരാതി നേരിട്ട് വാങ്ങാനുള്ള ഒരു നിർദ്ദേശമാകും ക്രൈംബ്രാഞ്ച് ആദ്യം നൽകുക. അതിനൊപ്പം തന്നെ ഗുരുതരമായ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ച പരാതിക്കാരുണ്ട്. അവരെ കൂടി കണ്ടെത്താനും അവരുടെ പരാതികൾ കൂടി അവരുടെ ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. നേരത്തെ ഇപ്പം നിർബന്ധിച്ച ഗർഭചിത്രം 1, ഒരു നിമിഷത്തിൽ നിന്നെ കൊന്നുകളയാൻ കഴിയും എനിക്കെന്നുള്ള ഭീഷണി, ഈ രണ്ടുമാണ് നമ്മൾ കേട്ട പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങളിൽ ഏറ്റവും ഗുരുതരമായി നിലനിൽക്കുന്നത്. ആ പരാതിക്കാരികൾ സധൈര്യം മുന്നോട്ട് വരുമോ? വന്നാൽ അതുമായി ബന്ധപ്പെട്ട ഈ ശബ്ദമൊക്കെ വെരിഫൈ ചെയ്യേണ്ടേ? നമ്മൾ ശബ്ദരേഖ വഴിയാണ് ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ആരോപണം കേട്ടത്. ആ ശബ്ദരേഖയുടെ ഉടമ അതാരാണ് എന്നുള്ളത് നിലവിൽ പുറത്തു വന്നിട്ടില്ല. ആ പരാതിക്കാരി നേരിട്ട് പോലീസിനെയും ക്രൈംബ്രാഞ്ചിനെ സമീപിച്ചിട്ടുമില്ല. പക്ഷേ ആ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കാര്യം കൂടി ഈ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല ആ പരാതിക്കാരിയിൽ നിന്ന് നേരിട്ട് പരാതി സ്വീകരിക്കാനുള്ള ശ്രമം കൂടി അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അതിന് ആ പരാതിക്കാരെ കണ്ടെത്താനും അവരെ നേരിട്ട് പോയി കണ്ട് എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത്, അല്ലെങ്കിൽ ഈ പരാതി നൽകാത്തതിന് കാരണം എന്താണ്, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ കൊണ്ടാണെങ്കിൽ ആ ആശങ്ക പരിഹരിച്ചുകൊണ്ട് തന്നെ ആ പരാതി കൂടി വാങ്ങിയ ശേഷം അതും കൂടി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും ഗൗരവമുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ക്രൈംബ്രാഞ്ച് DGP നേരിട്ടാണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.